എന്നും മുതലാളിത്ത വ്യവസ്ഥയിൽ തൊഴിലില്ലായ്മയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും തൊഴിൽ നൽകിയാൽ പിന്നെ തൊഴിലെടുക്കുന്നവർ പറയുന്ന കൂലി കൊടുക്കേണ്ടി വരും. തൊഴിലില്ലായ്മ കയറി ഇറങ്ങിയല്ല, തൊഴിലില്ലായ്മ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് കാരണം ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിദ്രുതഗതിയിലുള്ള സാങ്കേതിക വിദ്യ മാറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നുണ്ട് ഈ റോബോട്ടുകളുടെ രംഗപ്രവേശനം വലിയൊരു സംഖ്യ തൊഴിലാളികളെ ഡിസ്പ്ലേസ് ചെയ്യും. അതിൻ്റെ കേളിയോട്ടാണ് ഇന്നിപ്പോൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ പറയാ, അങ്ങനെ അങ്ങോട്ട് ഭയപ്പെടേണ്ട കാര്യമല്ലത്. ഈ വ്യവസ്ഥയിലൊരു മാറ്റം വന്നാൽ മതിയെന്ന്. ഈ വിദ്യാഭ്യാസമാണ് ദ പ്രൈം മൂവർ, എന്താ അടിസ്ഥാന ചാലക ശക്തി. റോബിൻ ജെഫ്രിയുടെ പുസ്തകമുണ്ട്, കേരളം എങ്ങനെ കേരളമായി. അദ്ദേഹം പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ്. കേരളത്തിൽ തൊഴിലെടുക്കുന്നവരുടെ ശതമാനം സ്ത്രീകളിൽ ഇന്ന് 25 പുരുഷന്മാരെ പോലെ 70% ആക്കി മാറ്റാൻ പറ്റുമോ? കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ എന്തൊരു വലിയ കുതിപ്പായിരിക്കുമെന്ന്. നമ്മുടെ ആളുകളെ സ്കില്ല് ചെയ്യുന്നത് നാളെ നമ്മുടെ വിജ്ഞാന സമ്പദ്ഘടനയായിട്ട് കേരളം പരിവർത്തനം ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ജോലി നൽകാനാണ്. ഇത് അടിവരയിടാനാ വിജ്ഞാന കേരളം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൊഴിൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പോരെ. തൊഴിൽ നൽകുന്നു, സാമ്പത്തികം മാത്രമല്ല കേട്ടോ, സാമൂഹ്യമായിട്ടും മാറ്റം വരും. 25% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ പുരുഷന്മാരുടെ അത്രയും തന്നെ സ്ത്രീകളും ജോലി ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് കേരളം വന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു വലിയ സാമൂഹ്യ മാറ്റമായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. വീടിനുള്ളിൽ പാചകം ചെയ്യുക തുടങ്ങിയ പ്രശ്നങ്ങളിൽ അതിലൊക്കെ മാറ്റങ്ങൾ വരാൻ അനിവാര്യമാണ്. സ്ത്രീകൾ വൈകി വീട്ടിൽ വരുന്നതും യാത്ര ചെയ്യുന്നതിനും ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതൊരു സാമൂഹ്യ വിപ്ലവമാണ്. ആ കേരളത്തിലെ ജെൻഡർ റിലേഷൻസിൽ വലിയ മാറ്റം വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മാനങ്ങളുള്ള ഒരു പരിപാടിയാണ്, ഒരു ക്യാമ്പയിനാണ് ഇതെന്ന് ഞാൻ പറയും. ഒന്നും മാധ്യമങ്ങളിൽ നിന്നും ഇതിനൊരു പ്രാധാന്യം നൽകുന്നില്ല. അപ്പോൾ അതിന് വേറെ വഴിയൊന്നുമില്ല, ചെയ്ത് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് സങ്കടവും നിരാശയൊന്നുമില്ല. കണക്ക് വരാൻ പോണേ ഉള്ളൂ, കാര്യങ്ങൾ കാണാൻ പോണേ ഉള്ളൂ. ഇത് വെറും തൊഴിൽദാന പരിപാടി മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ ജെൻഡർ റിലേഷൻസിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത്, MA പഠിക്കുമ്പോൾ 40 വർഷം മുമ്പ് 2-3% തൊഴിലില്ലായ്മ നോർമലായിരുന്നു. അതിന് മോളി വരുമ്പോഴാണ് മനുഷ്യന്മാർ പുരികം വളയ്ക്കത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 4-5% തൊഴിലില്ലായ്മ നോർമലാണ്. അതിന് മോളി വരുമ്പോഴാണ് തൊഴിലില്ലായ്മ രൂക്ഷമായി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലോകത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നും മുതലാളിത്ത വ്യവസ്ഥയിൽ തൊഴിലില്ലായ്മയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും തൊഴിൽ നൽകിയാൽ പിന്നെ തൊഴിലെടുക്കുന്നവർ പറയുന്ന കൂലി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കൂലിക്കുള്ള കടിഞ്ഞാണെന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. ഇതാണ് മാർക്സ് സിദ്ധാന്തിച്ചത്. ഈ തൊഴിലില്ലായ്മ സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഉയരും. സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാലത്ത് താഴേക്ക് പോകും. സൈക്ലിക്കലാണ്, കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴും ചെറിയൊരു തൊഴിലില്ലായ്മ ഉണ്ടാവും, അതിൻ്റെ നിരക്ക് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്നതല്ല, സ്ട്രക്ചറലാണ്. തൊഴിലില്ലായ്മ കയറി ഇറങ്ങിയല്ല, തൊഴിലില്ലായ്മ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് കാരണം ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിദ്രുതഗതിയിലുള്ള സാങ്കേതിക വിദ്യ മാറ്റമാണ്. പുതിയ ടെക്നോളജികൾ, പ്രത്യേകിച്ച് AI പോലുള്ളത്, റോബോട്ടുകൾ, ഇതെല്ലാം തൊഴിലാളിക്ക് പകരം യന്ത്രങ്ങളെ കൊണ്ടുവരുന്നു. AI വരുമ്പോൾ മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന
റോബോട്ടുകൾ രംഗപ്രവേശനം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നുണ്ട് ഈ റോബോട്ടുകളുടെ രംഗപ്രവേശനം വലിയൊരു സംഖ്യ തൊഴിലാളികൾ ഡിസ്പ്ലേസ് ചെയ്യും. അതിൻ്റെ കേളിയോട്ടാണ് ഇന്നിപ്പോൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ പറയാ അങ്ങനെ അങ്ങോട്ട് ഭയപ്പെടേണ്ട കാര്യമല്ലത്. ഈ വ്യവസ്ഥയിലൊരു മാറ്റം വന്നാൽ മതിയെന്ന്. ഇപ്പോൾ തൊഴിലാളികൾ യൂറോപ്പിലൊക്കെ ആഴ്ചയിൽ 5 ദിവസം പണിയെടുക്കുന്നു. 5 ദിവസത്തിന് പകരം 3 ദിവസം പണിയെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും തൊഴിലുണ്ടാവും. 5 ദിവസത്തെ പണി 3 ദിവസം ചുരുക്കണം. അങ്ങനെയല്ലേ ലോകത്ത് നെപ്പോളിയൻ്റെ കാലത്ത് ആഴ്ചയിൽ 7 ദിവസവും പണിയെടുത്തിരുന്നു. പിന്നെ സമരം സമരത്തിൽ യന്ത്രവൽക്കരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് 6ആയി, പിന്നെ 5ആയി. ഇനിയിപ്പോൾ വേണ്ടത് 5 ൽ 3 ആക്കുക. ട്രേഡ് യൂണിയൻ്റെ മുദ്രാവാക്യം അതാണ്. അത് ലെഷർ ടൈം, വിനോദത്തിനും വിശ്രമത്തിനുള്ള സമയം വർദ്ധിപ്പിക്കണം. മനുഷ്യന്മാരെല്ലാം കൂടുതൽ പുസ്തകം വായിക്കുകയും കല ആസ്വദിക്കുകയും സംഗീതം കേൾക്കുകയും ചെയ്യാനുള്ള അവസരമാണ് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ വ്യവസ്ഥ അത് സമ്മതിക്കുന്നില്ല. കിട്ടുന്ന ലാഭം മുഴുവൻ ഇങ്ങനെ തൊഴിലാളിക്ക് വിധം ചെയ്യാനല്ല, ഒരു പറ്റം മുതലാളിമാരുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പിക്കറ്റിയൊക്കെ പറയുന്ന പോലെ അസമത്വം ഊഹാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസമത്വം ഉള്ള കാലത്തോടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ലോകത്തെ തൊഴിലില്ലായ്മയുടെ കാരണം ഇതാണ്. അതിന് പരിഹാരം ലളിതമല്ല. ഈ വ്യവസ്ഥയിൽ തന്നെ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. തോമസ് പിക്കറ്റിയാണ് ഏറ്റവും വിശദമായിട്ട് ഇത് പഠിക്കുകയും ഇത് പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്നുള്ള ഗ്രന്ഥം 21ാം നൂറ്റാണ്ടിലെ ക്യാപിറ്റൽ, അത് വളരെ വിശദമായിട്ട് എല്ലാവരും ഇന്ന് പ്രകീർത്തിക്കുന്ന ഒന്നാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ആഗോളമായിട്ടും വിവിധങ്ങളായിട്ടുള്ള വിവര സ്രോതസ്സുകൾ വെച്ച് അദ്ദേഹം അസമത്വത്തിൻ്റെ ട്രെൻഡ് ഗണിച്ചെടുത്തു. അങ്ങനെ ഗണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അസമത്വം ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് 2ാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ കുറഞ്ഞു വരുന്ന പ്രവണത ഇപ്പം നേർവിപരീത ദിശയിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ പുതിയ സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ്റെ ഉൽപ്പാദനക്ഷമതയെ, ഉൽപ്പാദന കഴിവിനെ ഗണ്യമായിട്ട് ഉയർത്തുന്നു. പക്ഷെ അതിൻ്റെ നേട്ടം മുഴുവൻ കുറച്ചു പേരുടെ കയ്യിലേക്ക് പോവുകയാണ്. ഇത് ഓരോ രാജ്യത്തും ഇങ്ങനെയാണ്, ആഗോളമായിട്ടും ഈ അവസ്ഥയിലാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യനിന്ന് പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല, ഒരു മനുഷ്യനിന്ന് ദാരിദ്ര്യത്തിൽ കഴിയേണ്ട ആവശ്യമില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ബേസിക് മിനിമം ഇൻകം ഗ്യാരണ്ടി ചെയ്യാമെന്ന് ഒക്കെ സാധ്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ബേസിക് നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷണം, പാർപ്പിടം, ഇതെല്ലാവർക്കും. എന്ന് വെച്ചാൽ സാധ്യമായിട്ടുള്ള മുദ്രാവാക്യം ഈ വ്യവസ്ഥക്കുള്ളിൽ നിന്ന് തന്നെ പോലും എല്ലാ മനുഷ്യർക്കും ഒരു മിനിമം നിലവാരം ജീവിതം നമുക്ക് ഉറപ്പിക്കാം. ദരിദ്രരായിട്ട് പട്ടിണിയിൽ ഒരാളും കഴിയേണ്ടതില്ല. എന്നാൽ അങ്ങനെയല്ല, അത് മതി കേന്ദ്രീകരണത്തിൻ്റെ അസമത്വ വർധനയുടെ കാരണങ്ങൾ മനസ്സിലാക്കാൻ. പക്ഷെ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇതല്ല കേട്ടോ അവസ്ഥ. ഇത് യൂറോപ്പിലൊക്കെ ഉള്ള അവസ്ഥയല്ല. അവിടെ സാങ്കേതികവിദ്യയുടെ മുന്നേറ്റമാണ് ഈ തൊഴിലില്ലായ്മയും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ പ്രശ്നം ഈ സാങ്കേതികവിദ്യ ഇല്ലാത്തതിൻ്റെ അതാണ്, നേർവിപരീതമാണ്. ഇന്ത്യയിലെ പ്രശ്നം ഒരു 90% ജനങ്ങളും കേവലം കൈവേലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അസംഘടിത മേഖലയിൽ, കാർഷിക മേഖലയിൽ പുതിയ ഒരു സാങ്കേതിക വിദ്യയില്ല.
പരമ്പരാഗതമായിട്ടുള്ള കൈവേല പണികളിൽ ഏർപ്പെടുന്നവരാണ്. ഇന്ത്യയിലെ തൊഴിലെടുക്കുന്നവരിൽ ഇന്നും 70-80% പേർക്ക് തൊഴിലെടുക്കുന്നവരിൽ ഇന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അതുകൊണ്ട് നവീനമായിട്ടുള്ള വിദ്യകളിൽ നൈപുണ്യമില്ല. ഇതുമൂലമാണ് തൊഴിലില്ലായ്മ, തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ലെന്ന്. ഇതാണ് ഇന്ത്യയിലെ പ്രശ്നം. ഇന്ത്യയിൽ തൊഴിൽ പങ്കാളിത്തം, എത്ര പേര് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിലവാരമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ താഴ്ന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി വേറെയാണ്. ഇന്ത്യയിലെ സ്ഥിതി സാങ്കേതികവിദ്യയുടെ വലിയ പുരോഗതി മൂലം ഉണ്ടാവുന്നതല്ല, മറിച്ച് നമ്മുടെ വ്യവസ്ഥയിൽ സാമ്പത്തിക വളർച്ച വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് പിന്നോക്കമായി കിടക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും തൊഴിൽ നൽകാൻ പറ്റാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിരിക്കുന്നു. അത് ജാതി വ്യവസ്ഥയുടെ സ്വാധീനമെന്ന് ഞാൻ പറയും. ജാതി വ്യവസ്ഥയിൽ വിദ്യ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും നിഷേധിക്കപ്പെട്ടിരുന്ന നൂറ്റാണ്ടുകളായിട്ട്. കേരളത്തിലൊക്കെ വിദ്യയ്ക്ക് വേണ്ടിയായിരുന്നു വലിയ സമരം, കീഴാൾ ജാതികളുടെ എല്ലാം. പക്ഷെ ഇന്ത്യ മൊത്തത്തിലെടുത്താൽ നമുക്കത് പറയാൻ കഴിയില്ല. അപ്പോൾ വളരെ രൂഢമൂലമാണ്. ഇത്രയൊന്നും പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്, അത്യാവശ്യം പഠിപ്പിക്കേണ്ടവരെ പഠിപ്പിച്ചാൽ പോരെ. ഇന്നും പൂർണ്ണ വിശദീകരണം ഇല്ലാത്ത ഇക്കാര്യത്തിന്. എന്തുകൊണ്ടാണ് ആധുനികവൽക്കരണത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന നെഹ്റു പോലും വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര പ്രാധാന്യം ഇന്ത്യക്ക് കൽപ്പിക്കാതെ പോയി നിന്നു? ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെയുള്ള ഇന്ത്യയുടെ വികസനത്തെ വിലയിരുത്തുന്ന ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. പുലാപ്പറ ബാലകൃഷ്ണൻ, CDS ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ചെറു പുസ്തകമുണ്ട്. അശോകമൂടി എന്നോടൊപ്പം പഠിച്ചിരുന്നതാണ്, വേൾഡ് ബാങ്കിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബ്രോക്കൺ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അരവിന്ദ് സുബ്രഹ്മണ്യത്തിൻ്റെ പുസ്തകമുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ്: സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ മോശമായ വശം, വികസനത്തിന് തടസ്സം, നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന പരാജയപ്പെട്ടു. മാസ് എഡ്യൂക്കേഷൻ. വ്യത്യാസം കാണുമെങ്കിൽ ചൈനയായിട്ട് വന്ന് താരതമ്യപ്പെടുത്തിയാൽ മതി. ഇന്ത്യയും ചൈനയും ഏതാണ്ടോ എപ്പോയിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ. ചൈന വിദ്യാഭ്യാസത്തിനൂന്നി സാർവത്രിക വിദ്യാഭ്യാസം നൽകി. അതിൻ്റെ ഫലമായിട്ട് ഈ ഉദാരവൽക്കരണത്തിൻ്റെ നയങ്ങളൊക്കെ അവിടെ നടപ്പാക്കി. സ്വകാര്യ ഉടമസ്ഥയിലോട്ടൊക്കെ തിരിച്ചുപോയി, കമ്പോളം പ്രവർത്തിച്ചു തുടങ്ങി നിയന്ത്രണങ്ങൾക്കുള്ളിൽ. പക്ഷേ ഇത്തരത്തിലുള്ള നയങ്ങൾ വന്നപ്പോഴും അതിവേഗത്തിൽ വളരാൻ തുടങ്ങി. അപ്പോൾ അന്ന് 1978 ചൈനയുടെ മത്സരശേഷി വളരെ ചീപ്പായിട്ടുള്ള ലേബറാണ് മത്സരിക്കുന്നത്. എന്നാൽ ഇന്നതല്ല. ഇന്ന് ഏറ്റവും ആധുനികമായ യന്ത്രസാമഗ്രികളൊക്കെ ഉപയോഗിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയാണ് ചൈനയിൽ. ഈ ഒരു ട്രാൻസിഷൻ സാധ്യമായത് വിദ്യാഭ്യാസമുള്ള ജനതയുള്ളതുകൊണ്ടാണ്. അവർക്ക് സ്കില്ലിങ് വളരെ എളുപ്പമായി തീർന്നു. ഇന്ത്യയിൽ അതില്ല. ഇത് തന്നെയാണ് ഇന്ത്യയും കൊറിയ തുടങ്ങിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യത്യാസം. ഈ രാജ്യങ്ങളൊക്കെ അതിവേഗത്തിൽ മുന്നോട്ട് പോയി, എന്നാൽ ഇന്ത്യ പിന്നോക്കം നിന്നുപോയി. അതിന് കാരണം ഈ വിദ്യാഭ്യാസം നൽകാത്തതാണ്. അതുകൊണ്ട് ഈ മോണാലിസയുടെ വർത്തമാനം വളരെ പ്രതീകാത്മകമാണ്. ഒരു ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം അതിലോട്ട് പുറത്തോട്ട് വന്നത്. എന്തുകൊണ്ടെന്ന് നമുക്ക് എപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ ഒരു മുൻവിധി ജാതി സ്വാധീനത്തിൽ വിദ്യാഭ്യാസത്തോട് ഉണ്ടായിട്ടുണ്ട്. ഇത് വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ബുദ്ധിസം ആണെങ്കിൽ ശ്രീലങ്കയിൽ കേരളം പോലെ തന്നെ നല്ല വിദ്യാഭ്യാസ നിലവാരമുണ്ട്. എല്ലാവർക്കും സാർവത്രിക വിദ്യാഭ്യാസം പണ്ടേ തുടങ്ങി. എന്തുകൊണ്ടാണ്? എല്ലാവരും പറയുന്ന ബുദ്ധിസ്റ്റ് ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ ബുദ്ധിസം അല്ല, ജാതി വ്യവസ്ഥയായിരുന്നു. പക്ഷെ ആ ജാതിക്കെതിരായിട്ട് വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം മുന്നോട്ട് പോയത്. എന്നാൽ ഇന്ത്യയിൽ അത് ഉണ്ടായില്ല. അപ്പോൾ ഇതൊരു താരതമ്യം നല്ല. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയില്ലെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസത്തിലാണ് ഊന്നൽ. സാമൂഹ്യ ശ്രേണിയിൽ ഉയരാനുള്ള ഏറ്റവും എളുപ്പമുള്ള കോണിപ്പടിയായിട്ടാണ് എല്ലാവരും വിദ്യാഭ്യാസത്തെ കണ്ടത്, ഒരു വിമോചക ശക്തിയായിട്ട്.
അങ്ങനെ കീഴ്ത്തട്ടിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പാക്കാതെ പോയ നയങ്ങൾ കേരളത്തിൽ നടപ്പായി. അതല്ലാതെ അവിടെ നിന്ന് ഘടകവിരുദ്ധമായ നയമാണ് ഉണ്ടായിരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പ്രൊഫസർ മൈക്കിൾ തരകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ചകളൊന്നും ഇതാണ്. അദ്ദേഹം സുദീർഘമായ പ്രബന്ധത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രഖ്യാപനം വരും, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തിരുവിതാംകൂർ രാജ്ഞിയുടെയും രാജാവിൻ്റെയൊക്കെ പ്രഖ്യാപനങ്ങൾ വരാം. അല്ലാതെ ഇവിടെ തനിച്ചും മാത്രമല്ല. പക്ഷെ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ അവിടെ നടപ്പായി, ഇവിടെ നടപ്പായി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴോ 57 സർക്കാർ മുതൽ 57 സർക്കാരിൻ്റെ കാലത്തെ രാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂറിൽ 16% ബഡ്ജറ്റിൻ്റെ വിദ്യാഭ്യാസം ഉണ്ടായുള്ളൂ. 57 ആദ്യത്തെ സർക്കാരിന് 35% വിദ്യാഭ്യാസത്തിന്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ കേരളം മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗ്യം കേരളത്തിനുണ്ടായി. ഈ വിദ്യാഭ്യാസമാണ് ദ പ്രൈം മൂവർ, അടിസ്ഥാന ചാലക ശക്തി. വിദ്യാഭ്യാസം ഒന്ന് കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ മാറ്റം വരുത്തി, ആരോഗ്യ വീക്ഷണത്തിൽ മാറ്റം വരുത്തി, ആരോഗ്യ നില ഉയർന്നു, ജനസംഖ്യാ പ്രണാമത്തിൽ നമ്മൾ പുതിയ ഘട്ടത്തിലേക്ക് മാറി. പിന്നെ പഴയ ആശയപരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുയർന്നു. റോബിൻ ജെഫ്രിയുടെ പുസ്തകമുണ്ട്, കേരളം എങ്ങനെ കേരളമായി. അദ്ദേഹം പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ്. വിമൺ ആൻഡ് വെൽബീയിങ് ഇൻ കേരള. അപ്പോൾ കേരളം ഇങ്ങനെ ക്ഷേമത്തിലൊക്കെ മുന്നോട്ട് പോയി. ക്ഷേമത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിലും. ഇന്ന് കേരളത്തിലെ പ്രതിശീർഷ വരുമാനം ഇന്ത്യയിലെ വരുമാനത്തിൻ്റെ 60% ഉയർന്നതാണ്. നമുക്ക് 2.25 ലക്ഷം രൂപ ഒരു മലയാളിക്ക് വരുമാനമുള്ളപ്പോൾ ഇന്ത്യയിൽ 1.6 ലക്ഷം രൂപയെ വരുമാനമുള്ളൂ. ഇതെങ്ങനെയാണ്? ഗൾഫിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. പക്ഷെ ഗൾഫിൽ പോകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഗൾഫിൽ പോകാൻ കഴിഞ്ഞത്, മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകാൻ കഴിഞ്ഞത് ഇവിടെ വിദ്യാഭ്യാസമുള്ളവരാ. കൂലിവേലക്കല്ല പോയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള. ആശാരിക്കും അറിയാമെന്ന് ഇംഗ്ലീഷ് പറയാനും എഴുതാനും ഒക്കെ. അതുകൊണ്ടാണ് ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി അവർക്ക് പുറത്ത് പോകാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പാതയിലൂടെയാണ് കേരളവും വളർന്നു വന്നത്. വിദ്യാഭ്യാസ സ്വാധീനം നമുക്ക് കൃത്യമായിട്ട് കാണാം. പക്ഷേ ഇങ്ങനെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതോടുകൂടി പുതിയ വെല്ലുവിളികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ തൊഴിൽ പ്രതീക്ഷകൾ ഉയർന്നു. വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ പ്രതീക്ഷകളല്ല വിദ്യാഭ്യാസമുള്ളവർക്കുള്ളത്. ഇപ്പോൾ കേരളത്തിൽ 35 ലക്ഷം 40 ലക്ഷം ആളുകൾ തൊഴിലില്ലാത്തവർ, മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള അതിഥി തൊഴിലാളികൾ പണിയെടുക്കാൻ വരുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണെന്നാണ് വെപ്പ്. നമ്മുടെ അഭ്യസ്ത വിദ്യർ ഈ പണികൾ, പരമ്പരാഗതമായ പണികൾ ചെയ്യാൻ തയ്യാറല്ല. ആ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് മാറി. ബാക്കി ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തൊഴിലില്ലായ്മ മറച്ചു വെക്കപ്പെടും. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഏക്കർ ഭൂമിയുണ്ട് ഒരു കുടുംബത്തിന്. അത് ഒരാൾക്ക് പണിയാനുള്ള ഭൂമി ഉണ്ടാവുള്ളൂ. ഒരു കുടുംബത്തിലുള്ള 10 പേരും അവിടെ തന്നെ ആയിരിക്കും പണിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പണിയുണ്ടെന്നായിരിക്കും ധാരണ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരാളുടെ പണിയേ ഉള്ളൂ. 9 പേര് പണിയുണ്ടെന്ന് ധരിക്കുന്നതാണ്. ഇതാണ് ഞാൻ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. കേരളത്തിലും പണ്ട് ഇങ്ങനെയായിരുന്നു. കേരളത്തിൽ ഉദാഹരണത്തിന് കൃഷിയിൽ പറ്റൂലായിരുന്നു. കൃഷി എല്ലാം വാണിജ്യ കൃഷി ആയതുകൊണ്ട് അവിടെ കൂലിവേലയുടെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ പണിയുണ്ടെന്നും പറഞ്ഞ് ചടഞ്ഞുകൂടാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ പരമ്പരാഗത വ്യവസായങ്ങളാണ്. ഉദാഹരണം, കയർ വ്യവസായത്തിൽ 5 ലക്ഷം പേര് ജോലി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അന്ന് 60കളിലൊക്കെ ഉള്ള തൊഴിലാളി 300 ദിവസം പണിയെടുക്കുകയാണെങ്കിൽ 1 ലക്ഷം പേര് മതി പണി ചെയ്യാൻ. 1 ലക്ഷം പേരുടെ പണിയും 5 ലക്ഷം പേരുടെ വീതം വെക്കാൻ ചില നാട്ടു നടപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5 തെങ്ങ് പ്രദേശം 5 തെങ്ങ് കയറ് കൃഷി പിരിക്കത്തുള്ളൂ. വൈക്കത്തുകാർ വൈക്കം കയറേ പിരിക്കത്തുള്ളൂ. പറവൂരുകാർ പറവൂർ കയറേ പിരിക്കത്തുള്ളൂ. ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന്. പക്ഷേ
ഉള്ള പണിയും വീതം വെക്കാനുള്ള പരമ്പരാഗത പരിപാടിയായിരുന്നു. നാട്ടുനടപ്പാണിത്. ഇങ്ങനെയുള്ള നാട്ടുനടപ്പ് അസാധ്യമായി തീരും വിദ്യാഭ്യാസം വരുമ്പോൾ. ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും. അതുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ ഇത്ര രൂക്ഷമായിരിക്കുന്നത്. ഇത് പറയുന്നത് നിസ്സാരവൽക്കരിക്കാനല്ല, ഇത് പറയുന്നത് ഇതാണൊരു യാഥാർത്ഥ്യം. അല്ല, കേരളം ഇന്ത്യയേക്കാൾ വളരെ മോശമാണ് എന്നൊന്നും ആരും നിഗമനത്തിലെത്തണ്ട. പക്ഷെ കേരളത്തിന് ഇതിന് മറുപടി കണ്ടേ പറ്റൂ, പരിഹാരം കണ്ടേ പറ്റൂ. ഈ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിലുകൾ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടുള്ളൊരു തൊഴിൽ കേരളത്തിൻ്റെ തന്നെ സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയണം. നാട് വിട്ട് പോകുന്നതിന് ഞാനിപ്പോൾ എതിർക്കണമൊന്നുമില്ല. പുറത്തു പോയി ജോലി എടുത്ത് നാട്ടിലേക്ക് ആശ്രയിച്ചാൽ കൊണ്ട് മോശമൊന്നുമില്ല. പക്ഷെ അത് സുസ്ഥിരമല്ല. വിദേശത്ത് വല്ലതും പറ്റിപ്പോയാലോ? ഇപ്പോൾ ഗൾഫിൽ നാട്ടുകാർക്ക് തന്നെ ജോലി കൊടുക്കാൻ തീരുമാനിച്ചു, ബാക്കിയുള്ളവർ വേണ്ട. അല്ലെങ്കിൽ അവർ AI കൊണ്ടുവന്ന് യന്ത്രം കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു. നമ്മുടെ ആളുകളുടെ പോവും, തിരിച്ചു വരേണ്ടി വരും. ട്രംപിനെ പോലെ വട്ടന്മാരല്ലേ ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ രാജ്യഭരണത്തിൽ വന്നുകൊണ്ടിരിക്കണേ. അവരൊക്കെ നമ്മൾ ഓടിക്കാൻ തീരുമാനിച്ചാലോ? അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് ഒരു വലിയ റിസ്ക് ഉണ്ട് കേരളത്തിൻ്റെ ഇന്നത്തെ നിലനിൽപ്പ്. അതുകൊണ്ട് ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. അതിന് പറ്റുന്ന വ്യവസായങ്ങൾ വരണം. ഏതെങ്കിലും വ്യവസായം ഉണ്ടായാൽ അഭ്യസ്തവിദ്യര് ജോലിയില്ല. അവർക്ക് നല്ല വരുമാനം ഉറപ്പു നൽകുന്ന എന്നാൽ വലിയ കായികാധ്വാനം ആവശ്യമില്ലാത്ത തൊഴിലവസരങ്ങൾ വേണ്ടേ. അങ്ങനെയുള്ള വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ, IT, BT ഒക്കെ ആയിട്ടുള്ള ഇത്, ലൈറ്റ് എൻജിനീയറിങ് പോലുള്ള സ്കിൽ പ്രധാനമായ വ്യവസായങ്ങൾ, സേവന പ്രധാനമായ ടൂറിസം പോലുള്ള ഇതാണ് നമുക്ക് അനുയോജ്യം. ഇതിലേക്കൊക്കെ മൂലധനത്തെ ആകർഷിക്കാൻ പറ്റണം, നിക്ഷേപത്തെ ആകർഷിക്കാൻ പറ്റണം. അതല്ലെങ്കിൽ അവിടെയൊക്കെ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വളർന്നു വരാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കണം. ഇതാണ് ഒന്ന്. ഈ വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ, നല്ല തൊഴിലുണ്ടാകുന്ന മേഖലകളിൽ നിക്ഷേപം ഉണ്ടാവണം. അങ്ങനെ നിക്ഷേപം വരണമെങ്കിലോ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തണം. അതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. കിഫ്ബി വഴി എന്താ റോഡുകളൊക്കെ, എന്താണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം. 3, ഇങ്ങനെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായം വേണമെങ്കിൽ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കപ്പെടും കൂടി വേണം. ഉന്നത വിദ്യാഭ്യാസം അടിമുടി മാറണം. നമ്മളിത് പുനഃസംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. 4, അങ്ങനെ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് ഈ പുതിയ ജ്ഞാന വ്യവസായങ്ങളിൽ പണിയെടുക്കാനുള്ള സ്കില്ല് വേണം, എംപ്ലോയബിലിറ്റി വേണം. ഇതൊക്കെയാണ് വേണ്ടത്. ഇങ്ങനെ വരുമ്പോഴാണ് ആ സമ്പദ്ഘടനയെ വിജ്ഞാന സമ്പദ്ഘടന എന്ന് വിളിക്കുന്നത്. പുതിയ ആധുനിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പദ്ഘടന. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞത് മൂലധനം കൊണ്ടൊന്ന് മുതൽ മുടക്കണം, പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കണം, ഉന്നത വിദ്യാഭ്യാസം മാറണം. ഇതൊക്കെ ജനകീയമായി ചെയ്യാൻ പറ്റുന്നതല്ല, അതത് മേഖലയിലുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്. എന്നാൽ അവസാനം പറഞ്ഞ സ്കില്ലിങ്ങും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പ്രാപ്തി നൽകലും അത് ജനകീയമായിട്ടേ പറ്റൂ. ഉദാഹരണത്തിന് നമ്മുടെ കോളേജിലുള്ള കുട്ടികളെല്ലാം ഈ ഓഗസ്റ്റ് മാസം മുതൽ ഒരു സ്കിൽ കോഴ്സ് പഠിക്കണം. 4ാം വർഷ ബിരുദത്തിൽ വരുമ്പോൾ അവസാന വർഷം സ്കില്ല് പഠിക്കണം. അത് നമ്മളിപ്പോഴേ തുടങ്ങിയാണ്. അപ്പോൾ ഒരു കാതലായ പ്രശ്നം വന്ന് ആരാണ് അവരെ മെൻറ്റർ ചെയ്യുക, സഹായിക്കുക? ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ഏജൻസികളെ ഏൽപ്പിക്കുകയാണ്, കമേഴ്ഷ്യൽ ഏജൻസികളെ, ലാഭം ലക്ഷ്യമിട്ടുള്ള വാണിജ്യ ഏജൻസി. അങ്ങനെ വാണിജ്യവൽക്കരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെന്താ ചെയ്യാൻ പോകണമെന്നറിയാം? ഓരോ കോളേജിലെയും പൂർവ്വ വിദ്യാർത്ഥികൾ, അതിൽ അക്കാഡമിക്കും പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നവർ, അവർ വിദേശത്തായിക്കോട്ടെ ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ കുട്ടികളെ, അവരായിരിക്കും മെൻറ്റർമാർ. ഒരു പുതിയ സാക്ഷരതാ പ്രസ്ഥാനം, ജനകീയ പ്രസ്ഥാനം, കുട്ടികളെ സ്കില്ല് ചെയ്യിക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായിട്ട് കേരളത്തിലായിരിക്കും ഇങ്ങനെ ജനകീയമായിട്ടുള്ളൊരു ഇടപെടൽ. ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ മാത്രമല്ല, പഠിത്തം പൂർത്തിയാരെയും സഹായിക്കണ്ടേ? അപ്പോൾ അവർക്ക് ആരാ പഠിത്തം പൂർത്തിയായിരിക്കുന്നവർ? ഏറ്റവും കൂടുതൽ പഠിത്തം പൂർത്തിയായിട്ട് വിട്ടിരിക്കുന്നത് സ്ത്രീകളാണ്.
പുരുഷന്മാരിൽ 70% പേരും പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. സ്ത്രീകളിൽ 25% പോകുന്നുള്ളൂ. ഇന്ന് പണിയെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൻ്റെ 2 മടങ്ങ് വരുന്നവർ ഇനി പണിയെടുക്കാതെ ഉണ്ട്. പണിയെടുക്കാൻ തയ്യാറാണ്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. നാട്ടിൽ തൊഴിലും ഉണ്ട് കേട്ടാ. 40 ലക്ഷം പേരാ പുറത്തുനിന്ന് വരുന്നത്. എല്ലാ പണിയും നമ്മൾ ചെയ്യത്തില്ല. പക്ഷെ പറ്റുന്ന വലിയ കായികാധ്വാനം ആവശ്യമില്ലാത്ത അഭ്യസ്ത വിദ്യർക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയോ പണികൾ, കടകളിൽ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്നത്, സെയിൽസ് നിൽക്കുന്നത്, അതല്ലെങ്കിൽ അക്കൗണ്ടന്റ്മാർ, ഇങ്ങനെ എന്തോരം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, വീടിനടുത്തായിരിക്കണം. കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജോലിക്ക് തയ്യാറാണ്. ഒരു 15,000 രൂപ കിട്ടിയാൽ വലിയ സഹായമാണ്. കേരളത്തിൽ തൊഴിലെടുക്കുന്നവരുടെ ശതമാനം സ്ത്രീകളിൽ ഇന്ന് 25 പുരുഷന്മാരെ പോലെ 70% ആക്കി മാറ്റാൻ പറ്റുമോ? കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ എന്തൊരു വലിയ കുതിപ്പായിരിക്കുമെന്ന്. ഇന്നുള്ള ഏതാണ്ട് അത്രയും തന്നെ ആളുകൾ പുതുതായിട്ട് തൊഴിൽ ചെയ്യുന്നൊരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ നാട്ടിലുള്ള തൊഴിലുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് തൊഴിൽദാതാക്കളോട് പറയണം നാട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ നിയമിക്കൂ. നിയമിക്കുമ്പോൾ തടസ്സം എന്താ? ആളെ കിട്ടുന്നില്ല, വീട്ടിലെല്ലാം ഇരിക്കുന്നത്, നമ്മൾ സഹായിച്ചു തരാം, കണ്ടെത്തി തരാം. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് 10 വർഷമായി, പഠിച്ചത് മറന്നുപോയി കാണും, ഞങ്ങൾ സ്കില്ല് ചെയ്യിച്ചു തരാം. ഇതാണ് പരിപാടി. അപ്പോൾ നമ്മുടെ നാട്ടിൽ വീട്ടമ്മമാരായിരിക്കുന്ന സ്ത്രീകളിൽ ഗണ്യമായ വിഭാഗത്തെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിൽ നൽകാൻ വേണ്ടിയുള്ള സ്കില്ലിങ്, ഇത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓഗസ്റ്റ് ആകുമ്പോൾ ആദ്യ ഫലങ്ങൾ വരും. ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും എൻ്റെ ഒരു കണക്കൂട്ടൽ 50,000 സ്ത്രീകൾക്കെങ്കിലും ജോലി കൊടുക്കും. അതിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇപ്പോൾ കുടുംബശ്രീയൊക്കെ തൊഴിൽ നൽകണമെന്ന് പറഞ്ഞാൽ സ്വയം തൊഴിലാണ്. പക്ഷെ തുടങ്ങിയ സ്വയം തൊഴിലുകളിൽ എത്ര ഇപ്പം നിലനിൽക്കുന്നുണ്ട്? എല്ലാവരെയും സംരംഭകരാക്കാൻ പറ്റില്ലെന്ന്. അതിന് പ്രത്യേക അഭിരുചിയും പ്രാപ്തിയും വേണം. പക്ഷെ എല്ലാവർക്കും ജോലിക്ക് പോകാം. അപ്പം നിലവിൽ ഉള്ള നല്ല സംരംഭങ്ങൾ അവിടെ നമ്മുടെ സ്ത്രീകൾക്കുള്ള തൊഴിൽ പരിശീലനം നൽകി അവരെ നിയോഗിക്കാൻ പറ്റണം. അതാണ് ഒരു പ്രധാനമായിട്ടും അഭ്യസ്തവിദ്യരായ സ്കിൽ ചെയ്ത് ജോലി കൊടുക്കാം. ഇങ്ങനെ സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ വിദേശത്ത് ജോലിക്ക് പോകാം, മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകാം. അവിടെ നിന്നൊക്കെ നല്ല തൊഴിലുകൾ കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് മേളകളിലൂടെ ഇവർക്ക് ജോലി നൽകാം. അപ്പോൾ അത്രയും തൊഴിൽ കൊണ്ടുവരാൻ പറ്റുമോ? ലോകത്തുള്ള തൊഴിലുകൾ ലോകത്തുള്ള ആവശ്യത്തിന് തികയില്ല. പക്ഷെ ലോകത്തുള്ള കോടാനുകോടി തൊഴിലുകളിൽ ഒരു ചെറിയ ശതമാനം ഈ കേരളത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരും. അത് ലോകത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാനല്ല, പക്ഷെ പുറത്തുള്ള തൊഴിലവസരങ്ങളിൽ ഒരു ഭാഗം കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് പരിഹരിക്കാമെന്ന്. അതിന് കേരളത്തിന് പറ്റുമോ? എന്തിനിവിടെ വരണം? കാരണം കേരളത്തിന് നല്ലൊരു ബ്രാൻഡ് നെയിമുണ്ട്. കേരളത്തെ അറിയാമെന്ന്. നേഴ്സിംഗ്, പാരാമെഡിക്കൽ ജോലികൾ, അതിനൊക്കെ ഇന്ന് കേരളത്തിലല്ലേ. കേരളം കിട്ടിയില്ലെങ്കിലല്ലേ വേറെ പോവുള്ളൂ. അപ്പം നമുക്ക് നല്ലൊരു പേരുണ്ട്, സത്പേരുണ്ട്. അപ്പോൾ നമ്മൾ നല്ല നൈപുണ്യമൊക്കെ സൃഷ്ടിക്കുകയും നല്ല തൊഴിൽ സേന ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് പുറത്ത് ജോലി കിട്ടും. ഇനി പുറത്ത് പോയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലിരുന്ന് തന്നെ വർക്ക് ഫ്രം ഹോം ഓർ വർക്ക് നിയർ ഹോം, ഈ സാധ്യതകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടുത്തി ഒരു 5 ലക്ഷം പേർക്കെങ്കിലും വർഷം അവസാനിക്കുമ്പോൾ ജോലി നൽകാനാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിനിലൂടെ പരിശ്രമിക്കുന്നത്. പക്ഷേ ഇത് പുറത്തേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസി അല്ല കേട്ടോ. വിജ്ഞാന കേരളം എന്നാണ് പറയണത് ആദ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആളുകളെ സ്കില്ല് ചെയ്യുന്നത് നാളെ
നമ്മുടെ വിജ്ഞാന സമ്പദ്ഘടനയായിട്ട് കേരളം പരിവർത്തനം ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ജോലി നൽകാനാണ്. ഇത് അടിവരയിടാനാ വിജ്ഞാന കേരളം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൊഴിൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. വിജ്ഞാന കേരളം എന്ന് അടിവരയിടുന്നത് ഇങ്ങനെ സ്ഥിരം പുറത്തേക്ക് അളവിടാനല്ല, ഒരു വിശാലമായ ലക്ഷ്യമുണ്ട്. ഇത്തരം തൊഴിലുകൾ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കുന്നതിന് വിജ്ഞാന സമ്പദ്ഘടനയെ കേരളത്തെ രൂപാന്തരപ്പെടുത്താം. ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള നീക്കത്തിനിടയിൽ ഒരു ഇത്തരത്തിൽ ഇടക്കാലയളവിൽ നമ്മൾ പുറത്തേക്കുള്ളതും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ജോലികളെയും പ്രയോജനപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മരിയൻ കോളേജ് കുട്ടിക്കാനത്ത് പോയി. ആ കോളേജിൽ പഠിക്കുന്ന ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും പരീക്ഷ ഇപ്പോഴും ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുക. ജോലി കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് മുഴുവൻ പേർക്കും. മരിയൻ കോളേജ് മാത്രമല്ല, നമ്മുടെ പോളിടെക്നിക്കിൽ 60-70% കുട്ടികൾക്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റാണ്. ITI 40-50% കുട്ടികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ സ്കില്ലിംഗ് ഉണ്ടെന്നാൽ അവർക്ക് നൽകാൻ പറ്റും. അനുഭവമുണ്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ. എല്ലാ കോളേജുകളിലും ഇത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. 2, നമ്മുടെ നാട്ടിൽ തന്നെ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? ഇത്രയും അതിഥി തൊഴിലാളി വന്ന് ജോലി ചെയ്യുന്നില്ലെന്ന്. നമ്മുടെ തൊഴിലാളികളെ, സ്ത്രീകളെ എല്ലാ തൊഴിലിനും പറ്റില്ല. പക്ഷേ അഭ്യസ്ത വിദ്യർക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയോ തൊഴിലുകൾ ഇന്ന് പുറത്ത് ചെയ്യുന്നുണ്ട്. ആ തൊഴിലുകളിൽ ഇവരെ സ്കില്ല് ചെയ്താൽ ജോലി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെയുള്ള അനുഭവം നോക്കിയാൽ ആവേശകരമാണ്. ഇപ്പോൾ ഇത് വിജ്ഞാനകേരളം ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചത് ജനുവരി മാസത്തിലാണ്. അപ്പം അതിനുശേഷം ഇപ്പോൾ മാസം നമ്മളിപ്പോൾ 4 മാസമായി. 4 മാസമാകുമ്പോൾ നമ്മുടെ 50,000 പേർക്ക് ജോലി നൽകുന്നതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള പേരും ലിസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഏതാണ്ട് 50,000 പേർക്ക് മെയ് അവസാനിക്കുമ്പോൾ ജോലി കൊടുത്തിരിക്കും. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റിൽ നമ്മൾ 1,00,000 പേരാണ് ടാർഗറ്റ്. മോശമല്ല, 1,00,000 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മുതൽ ഇത് ക്യാമ്പയിൻ വേറൊരു ലെവലിലേക്ക് ഉയരും കേട്ടോ. വേറൊരു ലെവലിലേക്ക് ഉയരും. ഒന്ന്, ക്യാമ്പസുകളിലുള്ള സ്കില്ലിങ്ങും ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലുള്ള ഊന്നലും. ഇപ്പോൾ ഓഗസ്റ്റ് വരെയുള്ള അനുഭവങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യാം. പക്ഷെ ടാർഗറ്റ് ഓഗസ്റ്റ് അവസാനിക്കുമ്പോൾ 1,00,000. ഒന്ന്, മാധ്യമങ്ങളിലൊന്നും ഇതിനൊരു പ്രാധാന്യം നൽകുന്നില്ല. മാധ്യമങ്ങളെന്നല്ല, നാട്ടിൽ. അപ്പം അവരൊന്നും ഞാൻ കുറ്റം പറയില്ല. കാരണം ഒരു 4 വർഷമല്ലേ തുടങ്ങിയിട്ട്. അതിന് പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ഒന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. അപ്പം അതുകൊണ്ട് വളരെ സിനിക്കലാണ്, ഒരു വിശ്വാസരാഹിത്യമുണ്ട്. അപ്പോൾ അതിന് വേറെ വഴിയൊന്നുമില്ല, ചെയ്ത് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് സങ്കടവും നിരാശയൊന്നുമില്ല. കണക്ക് വരാൻ പോണേ ഉള്ളൂ, കാര്യങ്ങൾ കാണാൻ പോണേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സംശയമില്ല, മാറ്റമുണ്ട്. ഇത് തൊഴിൽ നൽകുന്നു, സാമ്പത്തികം മാത്രമല്ല കേട്ടോ, സാമൂഹ്യമായിട്ടും മാറ്റം വരും. 25% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ പുരുഷന്മാരുടെ അത്രയും തന്നെ സ്ത്രീകളും ജോലി ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കേരളം വന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു വലിയ സാമൂഹ്യ മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. വീടിനുള്ളിൽ പാചകം ചെയ്യുക തുടങ്ങിയ പ്രശ്നങ്ങളിൽ അതിലൊക്കെ മാറ്റങ്ങൾ വരാൻ അനിവാര്യമാണ്. സ്ത്രീകൾ വൈകി വീട്ടിൽ വരുന്നതിനും യാത്ര ചെയ്യുന്നതിനും ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഒരു സാമൂഹ്യ വിപ്ലവമാണെന്ന്. ആ കേരളത്തിലെ ജെൻഡർ റിലേഷൻസിൽ വലിയ മാറ്റം വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മാനങ്ങളുള്ള ഒരു പരിപാടിയാണ്, ഒരു ക്യാമ്പയിനാണ് ഇതെന്ന് ഞാൻ പറയും. എല്ലാവർക്കും തൊഴിൽ നൽകാമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ചയുടെ വേഗത വർദ്ധിക്കുക എന്നുള്ളത്. പക്ഷേ അതുമാത്രമല്ല സംഭവിക്കുന്നത്. എല്ലാവർക്കും തൊഴിൽ വരുമ്പോൾ അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളുണ്ട്. ഞാൻ ഒരു പഞ്ചായത്ത് ഫെസ്റ്റിവലിൽ ഈ കാര്യം വിശദീകരിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പാചകകാരി ചെയ്യും. അവിടെയുള്ള കുടുംബശ്രീയുടെ ഒരു സ്ത്രീ മറുപടി പറഞ്ഞു,
ഞങ്ങളുടെ ജനകീയ അടുക്കളയിൽ നിന്ന് ഭക്ഷണം എത്തിച്ചേക്കുന്നു. ഞാൻ ജനകീയ അടുക്കളയിൽ നിന്നല്ല, പക്ഷേ കമ്മ്യൂണിറ്റി കിച്ചൺ. എല്ലാവരും സ്ത്രീകളും ജോലിക്ക് പോകുന്നതിൽ 2 രീതിയുണ്ട്. പ്രീ കുക്ക്ഡ് ഫുഡാണ് നിങ്ങൾ ശനിയാഴ്ച ഒഴികെ ദിവസങ്ങളിൽ കഴിക്കുന്നത്. ആ മാറ്റം വന്നിട്ടില്ലേ വിദേശ രാജ്യങ്ങളിൽ? നല്ലൊരു പങ്ക്. ഇത് കേരളത്തിൽ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. തൊഴിലെടുക്കുന്ന സ്ത്രീകൾ ഒരാളുടെ വീട്ടിൽ പാചകം ചെയ്യും, ആൾക്ക് അതിനുള്ള ഫീസ് കാര്യങ്ങൾ കൊടുക്കും. എന്നിട്ട് കണ്ടെയ്നറിൽ ദിവസം കാലത്ത് എന്നെ വീട്ടിലേക്ക് അന്നത്തേക്കുള്ള ഭക്ഷണം എത്തുകയാണ്. ചില സ്ഥലങ്ങളിൽ കറി എത്തും, ചോറ് അത് അവർ ചെയ്യണം. വെച്ചാൽ തൊഴിൽ ചെയ്യാൻ പോണ സ്ത്രീ സമയത്ത് വീട്ടിലെ ഭാരം മുഴുവൻ വരുന്നതിന് ഒരു മാറ്റം കൊണ്ടുവരികയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് വെറും തൊഴിൽദാന പരിപാടി മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ ജെൻഡർ റിലേഷൻസിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റം ഇപ്പോൾ തന്നെ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. 4 ഇയർ കോഴ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ സ്കില്ലിങ്ങും ഒക്കെ നടത്താൻ പറ്റുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതിന് നമ്മൾ പുതിയ മാതൃക കണ്ടുപിടിക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ സ്കിൽ പ്രോഗ്രാം. നമ്മുടെ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ വെച്ച് പഠിപ്പിക്കുന്ന എല്ലാ ക്ലാസ് മുറിയിലും കമ്പ്യൂട്ടറുണ്ട്. ഏതെങ്കിലും പുറത്തുള്ള ഏജൻസി അല്ല അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സ്കൂളിലെ മാഷന്മാരാണ്. അവർ ഓണിറ്റപ്പ്, അവർക്ക് പൂർണ്ണമായിട്ട് പരീക്ഷ നൽകി അവരാണിത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ മാത്രമല്ല, ഏത് വിഷയം പഠിപ്പിക്കാനും ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിലേക്ക് കേരളം വരെയാണ്. എന്ന് മാത്രം നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കണേ. അതുപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ വിൻഡോസിന് മാറി മാറി വേഷം വരുമ്പോൾ അതിനൊക്കെ കപ്പം കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. യുനെസ്കോ പറയുന്നത് കേരളത്തിന് 3000 കോടി രൂപ ഇങ്ങനെ നൂതനമായൊരു രീതി, കമ്മ്യൂണിറ്റി രീതി അവലംബിച്ചുകൊണ്ടുണ്ടായെന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ സ്കില്ലിങ്ങിന് നമ്മുടേതായിട്ടുള്ള ബദൽ സമ്പ്രദായം നമ്മൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ്. അതെ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മാനങ്ങൾ തെളിഞ്ഞോളും.